അങ്ങനെ കാത്തിരുന്ന ഓണാഘോഷ ദിവസം ഇങ്ങ് എത്തിയേ. രാവിലെ തന്നെ അമ്മയുടെ സഹായത്തോടു കൂടി സാരിയൊക്കെ കൊടുത്ത് ട്രെയിൻ കയറി ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അവിടെ ചെന്നിട്ട് പേഷ്യൻസിനെ എല്ലാം നോക്കി ഒന്ന് സെറ്റാക്കിയിട്ട് മേളിൽ ചെന്ന് പൂക്കളവും പിന്നെ ഡെക്കറേഷനൊക്കെ ഹെൽപ്പ് ചെയ്തേ. ഞാൻ ഇന്നലെ ഒരു ലാസ്റ്റ് മിനിറ്റ് സാരി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നോ? ആ കടയിൽ നിന്ന് എടുത്ത സാരിയാണേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഞങ്ങൾ തിരി തെളിയിച്ച് ഓണാഘോഷ പരിപാടിയൊക്കെ തുടങ്ങുവാണേ. ആദ്യമേ തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ഏത് സോങ്ങാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവോ? എല്ലാവരും കോമൺ ആയിട്ട് പാടുന്നൊരു പാട്ടുണ്ട് ഓണത്തിന്, അത് തന്നെയാണത്. അങ്ങ് കമൻറ്റ് ചെയ്തോ. പിന്നെ ഞങ്ങളുടെ തിരുവാതിര കളിയായിരുന്നു. അധികം നല്ലതല്ലായിരുന്നു, എന്നാലും ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾക്ക് പ്രാക്ടീസിനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല. ഹോസ്പിറ്റൽ ഡ്യൂട്ടി അല്ലേ, എപ്പോൾ ഒപ്പി തീരും എപ്പോൾ ഫ്രീ ആവുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കിട്ടുന്ന ടൈമിലൊക്കെ ഞങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ തട്ടിക്കൂട്ടിയെടുത്ത തിരുവാതിരയാണ് ഇത്. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു, എല്ലാ കറികളും ഉണ്ടായിരുന്നു. എല്ലാവരും കൊച്ചു കൊച്ചു വർത്തമാനവും പറഞ്ഞ് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് നല്ലൊരു സദ്യയായി കഴിച്ചു. ഇനി ഞങ്ങളുടെ കലാപരിപാടികളാണ്. ആദ്യമേ തന്നെ കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സിനെല്ലാം ഞങ്ങൾ ചുവട് വെച്ചു. ഓണം മൂഡ് സോങ് ഇല്ലാണ്ട് എന്തോണം അല്ലേ? അതുകൊണ്ട് ഞങ്ങളത് അതും കൂടെ തട്ടിക്കൂട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്സ് ഒന്നും അറിഞ്ഞില്ലേലും ഉള്ള സ്റ്റെപ്പൊക്കെ ഇട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഓണം മൂടും കളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം ഇതിലും മനോഹരമായിട്ട് പരിപാടി അവതരിപ്പിക്കണം എന്നാണ് ആഗ്രഹം. ദൈവാനുഗ്രഹത്താൽ നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.